എല്ലാവർക്കും നമസ്കാരം. റെഡ് ചില്ലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലേ, സദ്യകൾ വിഭവങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് സാമ്പാർ എന്നുള്ള കാര്യം. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് മെയിനായിട്ടൊരു ഘടകമാണ് അതിൽ ചേർക്കുന്ന പൊടി, സാമ്പാർ പൊടി. നമ്മൾ സാധാരണ സാമ്പാർ പൊടി നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാറുണ്ട് പതിവല്ലേ. പക്ഷേ നമുക്ക് നിസ്സാര സമയം കൊണ്ട് വളരെ നാച്ചുറലായിട്ട് നമുക്കത് വീടുകളിൽ തന്നെ തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നല്ല അടിപൊളി ഒരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം. വേറെ എവിടെയല്ല, നമ്മുടെ സുജാതമ്മയുടെ ഇല്ലത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. റെസിപ്പി പറഞ്ഞു തരുന്നതും നമ്മുടെ സുജാതമ്മ തന്നെയാണ്. അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല, നേരെ നമുക്ക് സാമ്പാർ പൊടിയുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അമ്മേ, നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സാമ്പാർ പൊടിയാണല്ലോ. സാമ്പാർ പൊടി ഉണ്ടാക്കാം. ഞാൻ ഒരു ചെറിയ വീട് ഉണ്ടാക്കാവുന്ന സാമ്പാർ പൊടി ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ വാങ്ങിക്കുന്നത് പോലെ ഒത്തിരി ഐറ്റങ്ങളൊന്നും കൂട്ടേണ്ട ആവശ്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഒരു 4 കൂട്ടാൻ വെക്കാനുള്ള 4 സാമ്പാറിനുള്ള മുളകാണ് ഞാനിവിടെ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതിനുള്ള കരിവേപ്പില, മല്ലി ഞാനിവിടെ പൊടിച്ചെടുത്ത് വെച്ച മല്ലിയാണ്. ഇത് ഉലുവാപ്പൊടി, അത് ഞാനിവിടെ പൊടിച്ചതാണ്. ഇത് കായം മുഴുവനേ ഉള്ളതാണ്, പൊടിച്ചിട്ടില്ല. ഇത് പൊടിയല്ല, ഇത് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ ഉരുകിക്കോളും. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അതെ അതെ, വേറൊന്നുമില്ല. അത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന. നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്ന സാമ്പാറിന് ചിലപ്പോൾ കായം കൂടുതലാണ്, അല്ലെങ്കിൽ മല്ലി കൂടുതലാണ്, അല്ലെ ഉലുവായുടെ സ്വാദ് കൂടുതലാണ്. ഇതേക്ക് ഒന്ന് കൂടിയിരിക്കും. ഈ 1 കിലോ 1/2 കിലോ മുളകിന് 1 കിലോ മല്ലി, 1/4 കിലോ ഉലുവ, ഇതാണ് ഇതിൻ്റെ കണക്ക്. അതിന് ചേരുന്ന ഒരു ചെറിയ കട്ട കായം വേണം. കായം കൂടി നിൽക്കരുത്. ഉലുവായുടെ സ്മെല്ല് പോലെ തന്നെ മല്ലിയുടെ സ്മെല്ല് ഒരുപോലെ വരണം. അതിന് മല്ലി കൂടി നിന്നാലേ ആ ഉലുവായുടെ ഒപ്പം സ്മെല്ല് വരുള്ളൂ. ഉലുവ കുറച്ച് മതി. ഉലുവായ്ക്ക് സ്മെല്ലുള്ളതാണ്, നന്നായിട്ട് നല്ല വീര്യമുള്ളതാണ്. അത് നല്ലതാണ്. മല്ലിയാണെങ്കിൽ ഒരു സ്വല്പം കൂടെ 1 കിലോയ്ക്ക് ശകലം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 1/2 കിലോ മുളകിന് അങ്ങനെയാണ് ഈ വലിയ വലിയ ആൾക്കാരൊക്കെ ഒരു കണക്ക് വെച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ, ഞാനും അങ്ങനെ നോക്കിയിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഇത്ര പൊടി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തോരം ഉണ്ടാവും? ഇതിപ്പോ ഞാൻ എൻ്റെ നോട്ടത്തിൽ ഇപ്പോൾ ഒരു 4 സാമ്പാർ വെക്കാനുള്ളതേ കാണുള്ളൂ. 4 സാമ്പാർ. അതെ അതെ, കിട്ടും. പിന്നില്ലേ, പൊടിയുടെ അളവ് കണ്ടാൽ കുറച്ചാണെങ്കിലും എരിവും അതിനനുസരിച്ചുള്ള ഉലുവായും മുളകും കായം ചേർന്നാണെങ്കിൽ അതനുസരിച്ചല്ലേ നമ്മൾ ചേർക്കുള്ളൂ. കണ്ടമാനം പൊടി കൂടുതലിടുന്ന അല്ല സാമ്പാർ. സാമ്പാറിന് മറ്റു കഷ്ണങ്ങളും ഒക്കെ ഇട്ട് വെന്ത് യോജിച്ച് പുളി അതിനുള്ളതൊഴിച്ച് ആ നിറം വരുമ്പോൾ സാമ്പാറിന് നിറം വരും. ഇപ്പം ഇത് ചൂടാക്കി പൊടിച്ച് എടുക്കുക. അത് കഴിഞ്ഞ് കായം, ഉലുവ, മല്ലി ഇതെല്ലാം ഇതിൻ്റെ കണക്കിനനുസരിച്ചുള്ളതേ ചേർക്കാവുള്ളൂ. ഇപ്പം ഞാനിത് 1/2 കിലോ ഒന്നും എടുത്തിട്ടില്ല. 4 സാമ്പാറിനുള്ളതെന്ന് പറയുമ്പോൾ അതനുസരിച്ച് ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. മുളക് വറുക്കുക ആകുമ്പോൾ ഇതിടാം. അതിൻ്റെ കൂടെ കായം നേരത്തെ തന്നെ ഇടണം. മുളകിൻ്റെ കൂടെ കായം കട്ടയാണ്. 2 നാരങ്ങാമട്ടായി വലിപ്പേ ഉള്ളൂ. ഇത് 4 സാമ്പാറിനുള്ളതാണ്. മുളകും കരിവേപ്പിലയും കായവും കൂടെ നമ്മളിപ്പോൾ ചൂടാക്കാൻ വേണ്ടി പോകാം. കത്തിച്ചേക്കാം. ഞെടുപ്പ് കളഞ്ഞാൽ നല്ലതല്ലേ. ഞെടുപ്പ് സാധാരണ കമ്പനിയൊന്നും കളയുന്നല്ല. ധാരാളം ഉണ്ടാക്കി പൊടി പാക്ക് ചെയ്ത് കച്ചവടം ചെയ്യുന്നവരൊന്നും ഇത് ചാക്കിന്ന് കുടഞ്ഞിടുകയേ ഉള്ളൂ. ഇവിടെ അമ്മ ഞാനിത് ഞെട്ടൊക്കെ കളയും. കഴുകി ഉണങ്ങും. മുളക് ഇതൊക്കെ മുളക് പൊടി വല്ലപ്പോഴും, ബാക്കിയൊക്കെ മുളക് കഴുകി ഉണങ്ങിയെടുക്കുക എന്നുള്ളതാണ്. കടയിൽ നിന്ന് മേടിക്കുന്നത് ചാക്കുംപടി പാത്രത്തിലോട്ട് ചാക്കോടെ കുടഞ്ഞിടുവാണ്. അതിനകത്ത് ചീനിയുടെ ഇല വരെ ഉണങ്ങിയത് കാണും. പിന്നെ അവർക്ക് ചില സമയത്ത് അവരുടെ സാധനം ഇപ്പം 1 കിലോ മല്ലി 1 കിലോ മുളകിനും 2 കിലോ മല്ലിയാണ്. നമ്മൾ ചാക്ക് കുടഞ്ഞിടുമ്പോൾ മല്ലി ഇപ്പോൾ ഒരു ശകലം പോരായി വന്നതിന് അടുത്ത ചാക്ക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും, ഓ ഇപ്പം ഇത് മതി, എല്ലാത്തിനും കൂടെ ഇട്ടങ്ങ് ഇളക്കിയാൽ മതി, ഇത് ശരിയാ, അതിൻ്റെ പോരായിക സാരമില്ല എന്ന് പറയും. നമ്മളങ്ങനെയല്ല. നമ്മൾ ഈ വീട്ടിലെടുക്കുന്ന ശകലം സാമ്പാർ പൊടിയാകുമ്പോൾ നമുക്ക് എല്ലാ കൂട്ടവും നമ്മുടെ കണക്കനുസരിച്ച് മുഴുവൻ ചേർക്കാം. ഈ സാമ്പാറിന് നമുക്ക് രുചി വരാനുള്ള മെയിനായിട്ട് ഘടകം എന്ന് പറഞ്ഞാൽ സാമ്പാർ പൊടി തന്നെയല്ലേ? ഈ ഉലുവ, മല്ലി, കായം, ഇതിൻ്റെ മണം വരണം, സ്മെല്ല് വരണം, നന്നായിട്ട് വരണം. അത് എരിവും പുളിയൊക്കെ കൂടി നിൽക്കാൻ വേണം. നമുക്കിപ്പോൾ ഒരു സാമ്പാർ എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ ഇഡ്ഡലിക്കോ പലഹാരത്തിലുള്ളതായി, ഉച്ചക്കലത്തേക്കുള്ളതായി, നല്ല എരിവൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഒരു ചെറിയ വീട്ടിൽ ജോലിക്കൊക്കെ പോകേണ്ടവർക്കാണ് ഒരു സാമ്പാർ വെച്ചാൽ അവരുടെ അന്നത്തെ കറി. അതാണ്. ഇനി കരിവേപ്പില ഇടാം, കായിടണ്ടേ? കായിട്ടു കരിവേപ്പില. കുറച്ച്
പയ്യ മതി. കാരണം മുളക് കനയില്ലാത്ത കരിവേപ്പിലയ്ക്കും കനയില്ല. വേഗം ഇത് പെട്ടെന്ന് കേടായി പോകും. ഇല്ല, ഇത് നല്ലപോലെ വറുത്ത് വെക്കുന്ന സാമ്പാർ പൊടി കേടാവില്ല. പിന്നെ നമ്മൾ ഈ അധികം ദിവസത്തേക്ക് വലിയ പാക്കറ്റ് മേടിക്കുന്ന പോലെ അല്ലല്ലോ, 3-4 സാമ്പാറിനുള്ളതേ വെച്ചേക്കുള്ളൂ. അതിപ്പോൾ ഒരാഴ്ചയിലെ 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് വെക്കുമല്ലോ, അതിനുള്ളത് കേടാവില്ല. 1 മാസം വരെ ഇരുന്നാലും കേടാവില്ല. ഞാൻ വെച്ചേക്കാറില്ല, ഞാൻ 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും വേറെ പിടിക്കും. അത്രേ ഉള്ളൂ. കുത്തുമ്പോ ഒച്ച കേൾക്കണം, ഇങ്ങനെ ബലം കാണിക്കണം. കറുത്ത് പോകാതിരിക്കാനാണ് ഇങ്ങനെ പയ്യെ ചെറിയ ഫ്ലെയിം വെച്ചിട്ട് വേണം ചൂടാക്കാൻ. ഒരുപാട് ഫ്ലെയിം ചെറിയ ഫ്ലെയിം വെച്ചിട്ട് അന്നേരം പെട്ടെന്ന് മുളകിന്റെ പറ്റൊക്കെ ഒരു വശം തന്നെ കരിയാതെ, നമ്മുടെ ഇളക്കിന്റെ കുറവ് കൊണ്ടും അങ്ങനെ വരും. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര മിനിറ്റ് ഫസ്റ്റ് നമുക്ക് ഇപ്പൊ ഒരു 3 മിനിറ്റ് പോരെ, ഒരു 3 മിനിറ്റ് കൊണ്ടൊക്കെ ആയിട്ടുണ്ടല്ലേ, കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിലേക്ക് ഇരിക്കുന്ന പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കണോ? ഇളക്കുക അല്ലേ? ഇളക്കിയിട്ട് മുളക് ഇങ്ങനെ ഇളക്കുമ്പോ ശബ്ദം കേൾക്കണം, അപ്പോൾ നമുക്ക് ആ പൊടികൾ കൂടെ ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ അത്രേ ആവശ്യമുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് അതിൻ്റെ ഒരു 4-1 അത് കഷ്ണം നമ്മൾക്ക് വീട്ടിൽ വെക്കണം. ഒരു 4 പേർക്ക് 5 പേർക്കുള്ളവർക്കുള്ള സാമ്പാറിനാണ് ഞാൻ പറഞ്ഞ 4 സാമ്പാറിനുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമുക്ക് എത്ര വെക്കണം എന്നുള്ള ഐറ്റം അനുസരിച്ച് ആ പൊടിയുടെ കണക്കെടുത്ത് അളവെടുത്തോണം. അങ്ങനെയാണ്. ഇപ്പം ചില വീട്ടിലൊക്കെ ചെന്നാൽ സാമ്പാർ വെച്ചാൽ സാമ്പാർ വെച്ചു എന്നൊരു മണം വരും. ചില വീട്ടിൽ സാമ്പാർ വെച്ചാൽ മണം വരില്ല. അതിൽ ഞാൻ ചോദിക്കണത് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന പൊടിയുടെ ആണോ? പൊടിയുടെ തന്നെയാണല്ലേ? പൊടിയുടെ തന്നെ. നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ നമ്മൾ ഇപ്പം ഇതിനകത്ത് കായം ചേർത്തിട്ടില്ലേ? അത് കൂടാണ്ട് നമ്മൾ കായം ചേർക്കണ്ടോ? ഇല്ല, വേറെ ചേർക്കുന്നില്ല. വേറെ ഒന്നും ചേർക്കണ്ട. ആ പൊടിയിട്ട് പുളി ഒഴിച്ച് ഉപ്പും മഞ്ഞളും ചേർത്താൽ മതിയല്ലോ. വേറെ ഒന്നും ഞാൻ വെക്കാൻ സാമ്പാർ പരിപ്പിട്ട് വെക്കുന്നവർക്ക് പരിപ്പ് വേകണം. ചിലർ ഇപ്പം ഗ്യാസിൻ്റെ ഒക്കെ അസുഖമുള്ളവരും ഒക്കെ പരിപ്പ് ഉപയോഗിക്കാറില്ല. അതുപോലെ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാത്തവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ശകലം തേങ്ങ വറുത്ത് അരച്ചു കൂട്ടാറുണ്ട് സാമ്പാർ വെച്ചാൽ. പരിപ്പ് വെക്കുന്നില്ലെങ്കിൽ കൂട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല പരിപ്പാണ്, തിളച്ചാൽ വേഗം, നല്ല കൊഴുപ്പും വരും. തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു ദിവസം കൂടെ നിൽക്കുമോ സാമ്പാർ? വറക്കുന്നതല്ലേ. പിന്നെ തേങ്ങാന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഈ മുളക് പൊടി കൂടെ കൂട്ടി സാമ്പാറായിട്ട് വെക്കും, പരിപ്പിന് പകരം. അത് എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. എല്ലാവരും പരിപ്പിനോട് ഇഷ്ടക്കുറവ് കാണിക്കുന്നില്ല ആയിരിക്കുമല്ലോ. കാരണം ഇഡലിക്കും സദ്യ സ്ഥലത്തൊക്കെ ചെന്നാലും എല്ലാവരും ധാരാളം കൂട്ടുന്ന കാണാം സാമ്പാർ. അത് കാരണം ഈ വയസ്സായവർക്കും ഗ്യാസിൻ്റെ ഒക്കെ അസുഖമുള്ളവർക്കൊക്കെ പരിപ്പ് ഉരുളക്കിഴങ്ങ് ഒക്കെ ശകലം മടിയുണ്ട്. അപ്പോൾ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസം വെച്ചിട്ട് കൊണ്ടിരിക്കും പറ്റൂല, ഇന്ന് സാമ്പാർ വേണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ ജോലി വേഗം കഴിച്ചു കൂട്ടി നമുക്ക് എന്തെങ്കിലും വീട്ടിൽ തീർപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ തേങ്ങാശാലം വറുത്തെടുക്കും. അന്നേരം അത് എളുപ്പമുണ്ട്. അങ്ങനെ ഉള്ള കള്ളക്കളികളൊക്കെ ഉണ്ട് സാമ്പാറിൻ്റെ നന്മത്വത്തിന്. സൗണ്ട് കേട്ട് തുടങ്ങിയില്ല കുറച്ചുകൂടെ. അതിനകത്ത് മുളക് അരിയെല്ലാം കൂടെ പൊട്ടെന്ന് പറഞ്ഞാൽ മുളകരിയുടെ കിളികിലേക്ക് കേൾക്കുള്ളൂ, അല്ലാതെ പൊട്ട് പ്രത്യേകിച്ച് കേൾക്കില്ല. അല്ലെങ്കിൽ പിന്നെ കായത്തിൻ്റെ മൂത്ത മണം നന്നായിട്ട് വരും. കായം വീർത്ത് വരും. കായം കണ്ടോ ഒട്ടി ഇത് നല്ലപോലെ ആ പൊടിയുടെ ഒപ്പം അത് പൊടിയണ്ടല്ലേ, അത് ഉരുകട്ടെ. അത് ഉരുകുന്ന വരെ മതി മുളക് വറുക്കാൻ. ഇല്ല, ഒന്നും വേണ്ട. ഇനി പച്ചയൊന്നുമില്ല, എല്ലാം മൂത്ത്. അതാണല്ലോ ഈ സാമ്പാർ പൊടി കുറച്ച് ദിവസം ഇരിക്കുന്നത്, എല്ലാം മൂത്താണല്ലോ. പച്ച കരിവേപ്പില പോലും മൂത്താണ്. പിന്നെ ചേർക്കാൻ പറ്റില്ലല്ലോ. ഇനി പിന്നെ സാമ്പാർ വെക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ തേങ്ങായും ഒക്കെ വറുത്തരയ്ക്കുവോ വറുത്തശാലം കൂട്ടുവോ പരിപ്പിടാതൊക്കെ ഒക്കെയാണ്. ആ തേങ്ങയുടെ കൂടെയൊക്കെ വേണമെങ്കിൽ കരിവേപ്പില ഇടാം. കരിവേപ്പില എത്ര ഇട്ടാലും കുഴപ്പമില്ല, അത് മൂത്ത് കഴിയുമ്പോൾ ഒന്നും ഇല്ലല്ലോ. മുളകൊക്കെ നമുക്ക് ഏകദേശം ആയിട്ടുണ്ടല്ലോ. സ്മെല്ലൊക്കെ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ? ഇനി മല്ലിപ്പൊടി ഉലുവ ചേർത്ത് കൊടുക്കുകയാണല്ലേ? ഇത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി നമുക്കിപ്പോൾ ഒരു ഇപ്പം വലിയ സ്പൂണാണ്. സാധാരണ സ്പൂണാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 സ്പൂൺ ഉപയോഗിക്കാം. 4 സ്പൂൺ ഇട്ടുണ്ട്.
ഇനി അങ്ങനെ നോക്കുമ്പോൾ ഇത് ഉലുവായാണ്. ഉലുവ അങ്ങനെ കൂട്ടാൻ മേല. ഉലുവ ഇതിന് അതേ ഒരു 3/4 ഭാഗം ദേ. അപ്പോൾ നമ്മൾ സാധാരണ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ ഇട്ടാൽ മതിയില്ല, 1 സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 1.5 സ്പൂൺ അല്ലേ? കൂടി ഇത്രയും മതി. ഉലുവ എപ്പോഴും അതിൻ്റെ പകുതി ഇടാവുള്ളൂ. അതായത് മല്ലിപ്പൊടി എടുക്കണതിന്റെ ഏതാണ്ട് നേർ പകുതി താഴെയാണ് പകുതി എടുക്കാവുള്ളൂ. പകുതി എടുത്തിട്ടില്ല, പകുതി താഴെ എടുത്തിട്ടുള്ളൂ. ഈ മുളകൊക്കെ നല്ലപോലെ കളർ മാറി നല്ല കറുത്ത കളറിലേക്ക് അങ്ങോട്ട് ചൂടാറിയ ചെറു ചൂടോടെ വേണം ഇത് പൊടിച്ചെടുക്കാനല്ലേ, അല്ലെങ്കിൽ ഇത് പൊടിയില്ല. കിളത്തി വാങ്ങി നമുക്ക് പൊടിക്കാം. ഇനി നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വേറെ ഉപ്പോ കാര്യങ്ങളൊന്നും ചേർക്കണില്ലല്ലോ? ഒന്നുമില്ല. ഇനി സാമ്പാർ വെക്കുമ്പോൾ അതിനകത്താണ് ഉപ്പ്, പിന്നെ വീണ്ടും അതിനുള്ള പുളി, വേണ കരിവേപ്പില എല്ലാം ചേർക്കാം. ഈ മുളക് മാത്രം. ഈ മുളക് എരിവ് പലർക്കും പലതരത്തിലാണ് ഇതിൻ്റെ എരിവ്. മുളകിന് എരിവ് പോരായി അങ്ങനെ വല്ലതും തോന്നുവാണെങ്കിൽ മുളക് സാമ്പാർ പൊടി കുറെ കൂടുതൽ ഇടുന്നത് അല്ലാതെ അതിനകത്ത് വേണേൽ പച്ചമുളക് ഇടാം. സാമ്പാറിൻ്റെ പരിപ്പിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് ഇട്ട് വേവിക്കുക. അങ്ങനെ വേവിക്കുകയും ഈ പൊടി ഇടുകയും കൂടെ ചെയ്യുമ്പോൾ പാകത്തിനാകും. സാമ്പാറിന് എല്ലാവരും പച്ചമുളക് ഇട്ടാണല്ലോ വേവിക്കുന്നത്. അങ്ങനെ ഈ പൊടി കൂടെ ഇടുമ്പോൾ പാകാകും. സാധാരണ മുളക് പൊടി ഈ മുളക് പൊടിച്ച് കഴിഞ്ഞിട്ട് ഇടുമ്പോൾ തന്നെ നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് നോക്കിയിട്ട് ടേസ്റ്റ് മുളക് കുറവാണ്, പച്ചമുളക് വേവിക്കാനും പറ്റൂല, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മുളക് പൊടി ഇട്ടാൽ മതി. മുളക് പൊടി ഒന്ന് ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ. ഇനി മേടിക്കുന്ന പാക്കറ്റ് മുളക് പൊടിയാണെങ്കിൽ തന്നെ ആ പൊടി ഇടാം, കുഴപ്പമില്ല. ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പൊടിക്കാനുള്ള. ഇത് ശകലം കണക്കുമ്പോൾ ഈ കായം നമുക്ക് ഇങ്ങനെ തന്നെ കിടക്കുമല്ലോ? കായ ഇങ്ങനെ തന്നെ കിടക്കാം. കട്ട കണ്ടോ, കായത്തിൻ്റെ കട്ട. ആ കട്ട ഇപ്പം മിക്സിയിൽ പൊടിക്കുമ്പോൾ പൊടിഞ്ഞോളും. നമുക്കിത് പൊടിക്കാം. പൊടിക്കാം. എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് മിക്സിയിലേക്ക് പൊടി ആയതുകൊണ്ടാണ് മിക്സിയിലേക്ക് വെച്ചിട്ട് നമുക്ക് എത്ര നേരം വേണം? 2-3 കറക്ക് കറക്കുമ്പോൾ ഇത് പൊടിയൂല്ലേ? നമുക്ക് പൊടിക്കാം അല്ലേ? സാമ്പാർ പൊടി നമ്മൾ റെഡി ആയിട്ടുണ്ടെന്ന് തന്നെ പറയാല്ലേ അമ്മേ? ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാനില്ല. നമുക്കിത് കുടഞ്ഞ് പ്ലേറ്റിലേക്ക് മാറ്റിയിടാം അല്ലേ? നല്ല കായത്തിന്റെ നല്ല സ്മെല്ല് വന്നല്ലോ അമ്മേ. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നണം അല്ലേ? അപ്പം നമ്മുടെ സാമ്പാർ പൊടി അങ്ങനെ റെഡി ആയിട്ടുണ്ടല്ലേ? അതിന് വളരെ നാച്ചുറലായിട്ട് അത് നിസാര സമയം എടുത്തിട്ടുള്ളൂ അല്ലേ മേ? നിസാര 5 നേരം എടുത്തു, 10 മിനിറ്റ് എടുത്തു. ആകെ 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതും ഇപ്പം നമുക്ക് ഇതിൽ 4 ഇട്ടാൽ ഇതൊരു സാമ്പാറായി. ചെറിയ കുടുംബത്തിന്. അതെ അതെ. 4 സാമ്പാർ ഇത്ര പൊടി കിട്ടിയെന്നുള്ളതാണ്. അത്ര നമ്മൾ എടുത്തിട്ട് ഇത്ര പൊടി കിട്ടിയെന്നുള്ളതാണ്. അത് യാതൊരു എസൻസും ഇല്ലാണ്ട് നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തേക്കണേ. 30-35 മേൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതിന് താഴെയുള്ളവരുണ്ടാക്കാൻ സാധിക്കില്ല. ഒന്നും തന്നെ പാചകം അറിയാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ ഇതൊക്കെ ഇത് നോക്കി ചെയ്യുന്നവർക്കാണ് എളുപ്പമുണ്ട് പഠിക്കാൻ. അതുമല്ല അമ്മയുടെ ഈ റെസിപ്പി, അതായത് സാമ്പാർ പൊടി പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് തന്നെയാണ് അമ്മയോട് പറഞ്ഞെല്ലാം എന്നോട് പലരും ആവശ്യപ്പെട്ടു സാമ്പാർ പൊടി ഒന്നും ഉണ്ടാക്കി. അതാണ് ഞാൻ ഇപ്പൊ ഇന്നിവിടെ ഉണ്ടാക്കിയേക്കണേ. താമസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അല്ലേ മേ? അതെ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നു. അപ്പം ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമല്ലേ? വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അതെ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.